അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള സ്നേഹമാണ്. ഇത്രയും വർഷമായിട്ട് ആരും മറന്നിട്ടില്ല എന്നുള്ളതാണ്. 2016 മാമൻ നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞ് പോകുന്നത്. മണി വയ്യാണ്ട് വയറുവേനെടുത്ത് കിടക്കാണ്. അപ്പനോട് വേഗം വരാൻ പറഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് അപ്പനോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പിന്നെ ആള് മദ്യം കഴിക്കില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് ഫോൺ ചെയ്തു. അപ്പം മണിയമ്മാനൊക്കെ സുഖം കൂടണം. അവിടെ വരെ എത്തിയേക്കണ മണി ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനച്ചൊപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കലാഭവൻ മണിച്ചേട്ടൻ്റെ പെങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പാറമടയുടെ സമീപത്താണ്. പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷനാണ്. അതുകൊണ്ട് നിങ്ങൾ കാണാൻ വന്നതാണ്. അദ്ദേഹത്തിൻ്റെ അനന്തരവൻ, അതായത് കലാഭവൻ രഞ്ജിത്ത് ഞങ്ങളോടൊപ്പം ഉണ്ട്. ഇപ്പം കലാഭവൻ രഞ്ജിത്താണ് ഞങ്ങളുടെ ഇന്നത്തെ അതിഥി. അദ്ദേഹത്തിൻ്റെ ഫാമിലിയോട്, അദ്ദേഹത്തിൻ്റെ അമ്മയോട് സംസാരിക്കാം. അതായത് മണിച്ചേട്ടൻ്റെ മൂത്ത പെങ്ങളായിട്ടുള്ള പെങ്ങളോട് സംസാരിക്കാം. രഞ്ജിത്ത് ധാരാളം സിനിമകളിലൊക്കെ ഇപ്പോൾ അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു കലാകാരനാണ്. കലാഭവനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കലാകാരൻ കൂടിയാണ്. അദ്ദേഹവുമായിട്ട് നമുക്ക് സംസാരിക്കാം. നമുക്ക് പഴയ ഓർമ്മകളിലേക്കൊക്കെ കുറച്ച് പോകാൻ കഴിയുമെങ്കിൽ അങ്ങനെയും ആകാം. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഞങ്ങൾ തുടങ്ങുകയാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ തന്നെ തുടങ്ങുകയാണ്. രഞ്ജിത്തിലേക്ക് നമുക്ക് പോവാം. രഞ്ജിത്തെ, നമസ്കാരം. ചേട്ടാ നമസ്കാരം. ഇതാണ് നമ്മുടെ കലാഭവൻ മണിയുടെ അനന്തരവൻ രഞ്ജിത്ത്. അദ്ദേഹത്തിൻ്റെ എല്ലാ കലാപരമായ കഴിവുകളൊക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ കലാഭവനിൽ തന്നെയാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കലാഭവൻ രഞ്ജിത്ത് തന്നെയാണ്. അപ്പോൾ നാളെ ഒരു വലിയ നടനായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോസും ഇതുവരെ ചെയ്ത ആൽബങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു വളർന്നു വരുന്നൊരു നല്ല കലാകാരനെ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. തീർച്ചയായും അതൊക്കെ ഉത്തരം പറഞ്ഞേക്കണം. രഞ്ജിത്തെ, വീണ്ടും നമസ്കാരം. നമുക്ക് അവിടെ നല്ല ലൊക്കേഷൻ കിട്ടിയതാണ്. പക്ഷേ അവിടെ നിന്ന് ചെയ്യാൻ പറ്റാത്തത് വെയിൽ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു വീട്ടിലേക്ക്. അപ്പോൾ ചിലപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും അതിൻ്റെ നിമിത്തം. അതുകൊണ്ട് നമുക്ക് ഉടനെ തുടങ്ങാം. രഞ്ജിത്തിൻ്റെ പല പരിപാടികളും ഞാൻ കണ്ടു. വള്ളിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. പിന്നെ വേറെ ഏതൊക്കെ സിനിമകളാണ് ഇപ്പോൾ ഉള്ളത്? ഞാൻ ചെയ്തിരുന്നത് വള്ളിക്കെട്ട്, പിന്നെ സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. പിന്നെ എഴുത്തോല എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചു. പിന്നെ തീരാത്ത സപ്ലികൾ എന്ന് പറഞ്ഞ ചെറിയൊരു പടത്തിൽ അഭിനയിച്ചു. ഇപ്പോൾ 2 സിനിമ റിലീസാവാൻ്റെ. പിന്നെ സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന് പറഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസൻ നായനായ സിനിമയിൽ അവൻ്റെ കൂട്ടുകാരനായിട്ട് അഭിനയിച്ചിരുന്നു. അത് ജൂൺ മാസം റിലീസായിരുന്നു. ജൂലൈ മാസം റിലീസ് ചെയ്ത്. എഴുത്തോല എന്ന് പറഞ്ഞ പടം ചെയ്തു. ഇപ്പം രാജകന്യക എന്ന് പറഞ്ഞൊരു പടം റിലീസാവാൻ്റെ, അപ്പൂപ്പങ്കാവ് എന്ന് പറഞ്ഞ പടം റിലീസാവാൻ്റെ. 2 സിനിമയിലും നല്ല ക്യാരക്ടർ വേഷം ചെയ്തിട്ടുണ്ട്. രഞ്ജിത്തിനെ കലാഭവൻ രഞ്ജിത്ത് എന്നാണ് അറിയപ്പെടുന്നത്. കലാഭവനിൽ എത്ര കാലം? കലാഭവനിൽ ഒരു 2011 മുതൽ 2015 കാലഘട്ടം കലാഭവനിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. മെഗാ ഷോയിൽ ഇടയ്ക്ക് പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം കലാഭവൻ മണിച്ചേട്ടൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇരിപ്പുണ്ടായിരുന്നു. ആ സമയത്ത് കലാഭവനിലുണ്ട്. അത് ശരി. 2016 മാമൻ മരിക്കണ, നമ്മൾ വിട്ടുപിരിഞ്ഞ് പോയത്. ആ ശരി. രഞ്ജിത്തിനെ സംബന്ധിച്ച് സിനിമ എന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ അമ്മാവൻ്റെ മരണം വല്ലാതെ കരിയറിനെയും തളർത്തി കളഞ്ഞു അല്ലേ? തീർച്ചയായും. നമ്മളൊക്കെ മിമിക്രി ഞാൻ മനോരമയിൽ, മഴവിൽ മനോരമയിൽ കോമഡി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ സീസൺ 1 എൻ്റെ ടീമിലൊരു കൊച്ചിൻ വാരിയേഴ്സ് എന്ന് പറഞ്ഞ ടീമായിരുന്നു. അത് കൊച്ചിൻ വാരിയേഴ്സിൽ ഞങ്ങൾ 5 പേരായിരുന്നു. കലാഭവനിൽ കളിച്ചിരുന്ന, അങ്ങനെ നമ്മൾ ഓഡീഷനൊക്കെ പോയിട്ട് അങ്ങനെ കിട്ടിയതാണ്. സെമി ഫൈനൽ വരെ എത്തിയിരുന്നു. മണിമാനൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ സമയത്ത്. അത് ഏകദേശം ഒരു 2013-14 കാലഘട്ടങ്ങളിലൊക്കെയാണ്. പിന്നെ നമ്മൾ കലാഭവനിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ സ്വന്തമായിട്ട് നമുക്ക് ഞാനൊരു ടീം ഇട്ടിട്ടുണ്ടായിരുന്നു. കൊച്ചിൻ നർമ്മ എന്ന് പറഞ്ഞപ്പോൾ നിലവിലൊരു ടീമുണ്ട്. മെഗാ ഷോ നമ്മൾ പ്രോഗ്രാമിന് പോകുന്നുണ്ട്. 2016 മാമൻ നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞ് പോകുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ആ സമയത്തൊന്നും. അപ്പോഴൊന്നും ഞാൻ സിനിമയിൽ വന്നിട്ടില്ല. എനിക്ക് ആഗ്രഹമുണ്ട്. അത് മാമൻ്റെ അടുത്ത് പറയാനും ഭയങ്കര പേടിയായിരുന്നു. വലിയൊരു കലാകാരനാണല്ലോ മാമൻ. പിന്നെ 16 നമ്മൾ വിട്ടുപിരിഞ്ഞ് 17 ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത്. കലാഭവൻ മണിച്ചേട്ടൻ്റെ കയ്യിൽ കിടന്ന് വളർന്നതല്ലേ? നിങ്ങളൊക്കെ എടുത്തോണ്ടുന്ന ആളല്ലേ കലാഭവൻ മണിച്ചേട്ടൻ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു വലിയ ബഹുമാനത്തിലേക്ക് പോയത്? എപ്പോഴും ആ തോളത്ത് കയറി കിടന്ന് മറിയുന്ന ആൾക്കാരായിരുന്നല്ലോ. പേടിയാണ്, ബഹുമാനമാണ്, സ്നേഹമാണ്, എല്ലാം ആയിരുന്നു മാമൻ്റെ അടുത്ത്. അല്ല, നമ്മൾ ഈ കലാപരമായിട്ട് എന്ന് വെച്ചാൽ വീട്ടിലെല്ലാവരും കലാകാരന്മാരാണ്. ഇപ്പം അമ്മ പാടും, ഇപ്പം അനിയൻ പാടും. അപ്പോൾ ഇളയ മാമൻ ആർലവി രാമകൃഷ്ണൻ, ഡോക്ടർ ആർലവി രാമകൃഷ്ണൻ, ആൾ ഡാൻസാണ്. അമ്മൂമ്മ എല്ലാവരും പാട്ടുകാർ, വല്യമ്മമാർ പാടും. അപ്പോൾ എന്താ പറയുക, ഒരു കലാകുടുംബമാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ പറഞ്ഞ മേഖലയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ മാമൻ അത്ര ഉന്നതിയിൽ നിൽക്കുന്ന സമയത്താണ് നമുക്കൊക്കെ. അപ്പം നമ്മൾ ചെറിയൊരു കലാകാരനാണ്, നമുക്ക് പേടിയാണ് മാമൻ്റെ അടുത്ത് പറയാം. അന്ന് മാമൻ നമ്മളെ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ പ്രോഗ്രാമിന് പോണതും എല്ലാ കാര്യങ്ങളും കറക്റ്റ് വാച്ച് ചെയ്യും. പക്ഷെ പുള്ളി ആ രീതിയിൽ, ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളത്, പുള്ളി ആദ്യമൊക്കെ ഭയങ്കര സപ്പോർട്ട് കുറവായിരുന്നു. കാര്യം വെച്ചാൽ അവനവൻ വളർന്നു വരണം എന്നുള്ളൊരു ഉദ്ദേശം പുള്ളിക്കുണ്ടായിരുന്നു. പുള്ളി അങ്ങനെ തന്നെയാണല്ലോ. നമ്മുടെ അടുത്തൊക്കെ എൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് വഴി വെട്ടി പിടിച്ചവൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ആളാണ്.
ആളങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. ആൾ പറഞ്ഞു ഞാൻ അതേമാതിരി വളർന്നു വന്നു, അതേമാതിരി നിങ്ങളും വളർന്നു വന്നു. ഇളയ മാമൻ്റെ അടുത്തും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അപ്പം എല്ലാവരുടെ അടുത്തും പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. പക്ഷെ പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഈ സമയത്ത് ഞാനൊരു നമ്മൾ പ്രൂവ് ചെയ്ത് വരികയായിരുന്നു ആ സമയത്ത്. ഞാനൊരു കോമരം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് അവാർഡുകൾ കിട്ടിയത്, അതിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടുക. ശരിക്കും ആ ഒരു കോമറ ഷോർട്ട് ഫിലിമും ഞാൻ പറഞ്ഞ ഒരു ആദ്യമായിട്ട് അഭിനയിച്ചത് വള്ളിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമയിലെ അതിൽ നായകനായിട്ട് അഭിനയിച്ച് മമ്മൂക്കയുടെ സഹോദരപുത്രൻ അഷ്കർ സൗദാൻ നായകനായിട്ട് അഭിനയിച്ചത്. അതിന്റെ കൂട്ടുകാരനായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. 2019 അത് MX പ്ലെയറിലൊക്കെ ഉണ്ട്. 2019 പണം റിലീസ് ചെയ്തത്, ജനുവരി 26 റിലീസ് ചെയ്തിരുന്നതാണ്. ഞാൻ നമ്മളെ ഡേറ്റ് കറക്റ്റ് ഓർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ നിലവിൽ ചെയ്തു. ഇപ്പൊ ഒരു കലാപരമായിട്ട് സിനിമയിലൊരു തുടക്കക്കാരനാണ്. വളരെയധികം സന്തോഷം. ഈ കേരളീയം എന്ന് പറയുന്ന ഒരു ചാനൽ, ഈ ഒരു എളിയൊരു കലാകാരൻ, അതും ചെങ്ങന്നൂർ ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ചാനലാണ്. അവിടുന്ന് ഇവിടം വരെ എത്തി നമ്മളെ ഈ കൊച്ചു കലാകാരനെ ഒരു എന്താ പറയുക, നമ്മുടെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും ചോദിച്ചറിയുന്നതിനോട് എത്തിയല്ലോ, അധികം സന്തോഷം. പ്രത്യേകിച്ച് പിന്നെ അരിസ്റ്റോ സുരേഷ് ഏട്ടനും. പക്ഷേ ഞങ്ങളുടെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ കലാഭവൻ മണിച്ചേട്ടൻ്റെ മണ്ണിൽ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ വന്നെടുക്കാൻ പറ്റാത്ത കാര്യം, അദ്ദേഹത്തിൻ്റെ പാടിയിൽ രഞ്ജിത്തിനെ കൊണ്ട് പോകണം, പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാം, തറവാട്ടിൽ പോകാം. അദ്ദേഹത്തിൻ്റെ 100 വണ്ടികളെല്ലാം ഇപ്പോഴും ഉണ്ടോ, അതോ കുറേശ്ശൊക്കെ കൊടുത്തോ? അത് അന്ന് ഫ്ലഡ് വന്ന സമയത്ത് മൊത്തം വെള്ളപ്പൊക്കം വന്ന 2018 വെള്ളപ്പൊക്കത്തിൽ മൊത്തം മുങ്ങിപ്പോയിരുന്നു. അപ്പം അതിനുശേഷം അതൊന്നും ജാഗ്രതയൊക്കെ ഉണ്ടായിരുന്നു, മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പ്രശ്നമുള്ള അറിയാലോ. അപ്പം അതുകൊണ്ടത് കൊടുത്തിരുന്നു, വെള്ളത്തിൽ വിളിച്ച് കൊടുത്തിരുന്നു. മാക്സിമം അത് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയിരുന്നു. പക്ഷേ അല്ല, അന്ന് വണ്ടി വെള്ളം കയറുന്ന വണ്ടികളൊക്കെ പിന്നെ അല്ലെങ്കിൽ പിന്നെ സ്ഥിരമായിട്ട് ഓടിച്ചതിനെ ഒന്ന് റെഡിയാക്കണമായിരുന്നു. ചുമ്മാ ഇട്ടിരിക്കുകയും ചെയ്യുകയാണ്. ഏതായാലും നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് നമുക്കൊന്ന് പാടി നമുക്ക് ഒരു മൂഡ് വരുത്താം നമുക്ക്. തീർച്ചയായും. അന്ന് ചാലക്കുടി ചന്തയ്ക്ക് പോവാ. അതായിക്കോട്ടെ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനച്ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിന്റെ കൊട്ടേല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനച്ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിന്റെ കൊട്ടേല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. മീനും കൊണ്ടഞ്ചറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ, മീനും കൊണ്ടഞ്ചറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ, നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി, നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനച്ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിന്റെ കൊട്ടേല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. അല്ല, നന്നായിട്ടുണ്ട്. പക്ഷെ അനിയന് നന്നായിട്ട് പാടും. അനിയൻ നന്നായിട്ട് പാടും. അനിയനാണ് നമ്മൾ ടീമിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ മാമന്റെ പാട്ടുകളൊക്കെ പാടുന്നത്. അത് ഏകദേശം മാമന്റെ വോയിസ് ഒക്കെ ആയിട്ട് സിമിലാരിറ്റി ഉണ്ട്. സജിത്ത് എന്നാണ് പേര്. ഇന്ന് ഇവിടെ ഇല്ല, വർക്കിന് പോയിക്കാണ്. അപ്പൊ അന്നത്തെ അദ്ദേഹത്തെ നമുക്ക് മിസ്സായിരുന്നു. രഞ്ജിത്തിന്റെ ഈ കലായാത്രയിൽ ചില പാരിതോഷികങ്ങളൊക്കെ കിട്ടി കാണുമല്ലോ. അത് സ്കൂൾ തൊട്ടേ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതെന്തൊക്കെയാണെന്ന് പറയാമെങ്കിൽ. സ്കൂൾ തുടങ്ങിയ മത്സരങ്ങൾ, മിമിക്രി, മോണാക്ട്, പിന്നെ പാട്ടുകൾ, ലളിതഗാനം, അതിനൊക്കെ നമ്മൾ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഡാൻസിനൊക്കെ ആക്കിയിട്ട് എനിക്ക് ഏറ്റവും വിലമതിക്കാവുന്നതൊരു സമ്മാനം എന്ന് പറയുന്നത് കലാജീവിതത്തിൽ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, വള്ളിക്കെട്ടിൽ എത്തുന്നതിൻ്റെ ഒരു സാഹചര്യം. ഞാൻ കോമരം എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് ഉണ്ടായിരുന്നു. പിന്നെ ആ കോമര ഷോർട്ട് ഫിലിമിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചു കൊടുത്തിട്ടാണ് ഇപ്പോഴും ഞാൻ പല സിനിമകളിലൊക്കെ, നമ്മളിങ്ങനെ എന്താ പറയുക, സിനിമ അവസരവാദിയാണല്ലോ, ചാൻസലർ എന്ന് പറയുന്ന കാര്യത്തിലാണ്. അപ്പം ഞാൻ കാണിച്ചു കൊടുക്കുന്ന ഈ സംഭവം ഈ പറഞ്ഞ കോമരത്തിൻ്റെ ഇതാണ്. പക്ഷെ അന്ന് നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങൾ വെച്ചാണ് ഇപ്പോഴും ഞാൻ ഓരോ ഇത് കാണിച്ചു കൊടുക്കാറ്. അതിൽ അത് മറക്കാനാവാത്ത മോഹൻ സാറുണ്ട്. മോഹൻ സാർ ആളിപ്പോൾ നമ്മൾ വിട്ടുപിരിഞ്ഞ് പോയി, ഏകദേശം 2 വർഷമായി. അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത, അദ്ദേഹം നാളെ 4 ദിവസം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. പണ്ട് ഒരു 98 റിലീസ് ചെയ്ത പടം, മണിമാനൊക്കെ ഉണ്ടായിരുന്നു പടത്തിൽ. ആ പടത്തിൽ ബോബാനുമുടി ചേട്ടൻ നായകനായിട്ട് പറഞ്ഞു. ആ പടത്തിൻ്റെ ഡയറക്ടറാണ് ഈ കോമഡി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തത്. എൻ്റെ ഈ നാട്ടുകാർ, എൻ്റെ വീട് മാമ്പ്രം മയിലാടുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് എറണാകുളം ജില്ലയിൽപ്പെട്ടത്, ഏകദേശം ബോർഡറിന് കുറച്ച് കഴിഞ്ഞ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റായി. എൻ്റെ നാട്ടുകാർ മൊത്തം ആ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട്, അമ്മ അഭിനയിച്ചിട്ടുണ്ട്, എൻ്റെ ഈ നാട്ടുകാർ, അനിയനൊക്കെ ഉണ്ടായിരുന്നു ആ ഷോർട്ട് ഫിലിം. അപ്പോൾ ആ ഷോർട്ട് ഫിലിമിൻ്റെ സ്ഥിതി എന്താ, നമുക്ക് യൂട്യൂബിൽ കിട്ടും? യൂട്യൂബിൽ കോമരം ഷോർട്ട് ഫിലിം അടിച്ചു കൊടുത്ത്. ശരി. കലാഭവൻ മണിച്ചേട്ടൻ്റെ അനന്തരവൻ എന്നുള്ള അർത്ഥത്തിലല്ലേ? തീർച്ചയായും. അപ്പോൾ ആ ഒരു വില ഇന്നും എല്ലായിടത്തും കിട്ടുന്നുണ്ടല്ലോ. എവിടെയോ
എത്രയോ ഉണ്ട്. എന്താ പറയുക, നമുക്ക് ഓരോ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുമ്പോഴും ഓരോന്ന് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ മാമനെ ഓർത്തിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിലൊക്കെ ആ ഷോർട്ട് ഫിലിമിൽ എനിക്ക് തല്ലുകൊള്ളുന്ന ഒരു ഇതുണ്ട്. പോലീസ് സ്റ്റേഷനിൽ മർദ്ദനം സംഭവം കാണിക്കും. അതിൽ ഞാൻ വോയിസ് ഡബ് ചെയ്തെന്ന് കേട്ടപ്പോൾ ഒട്ടുമിക്ക ആളും മണിച്ചേട്ടൻ്റെ മാതിരി ഉണ്ട് കേട്ടോ വോയിസ് എന്ന് പറഞ്ഞു. നമ്മുടെ മാമൻ്റെ പോലെ ഉണ്ട് കേട്ടോ ആ വോയിസിലൊക്കെ എവിടെയോ ചെറിയ വോയിസിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതൊരു വലിയ സന്തോഷം, കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. നമ്മളത് ഓരോന്ന് ചെയ്യുമ്പോഴും എന്നുവെച്ചാൽ മാമനാണ് ഫുള്ള്. സാധാരണ ഈ സിനിമാ നടന്മാരുടെ അനന്തരവനാണ് എന്നൊക്കെ പറഞ്ഞ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നറിയാമോ, അവരുടെ ഹെയർ കട്ടൊക്കെ മാറ്റിയിട്ട് ആ കട്ടിലേക്കൊക്കെ പോകാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രൂപമൊന്നും സ്വീകരിക്കാതെ പോകുന്നത്? ഇല്ല, എൻ്റെ അനിയന് ഏകദേശം മാമനായിട്ട് ഏകദേശം സിമിലാരിറ്റി ഉണ്ട്. പക്ഷെ എനിക്ക് നമ്മുടെ രൂപം അങ്ങനെയാണ്, നമ്മൾ ആ ലെവലിൽ പോകുന്നു. അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് യേശുദാസ് ആകാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർ പരാജയപ്പെട്ടു പോവുകയുള്ളൂ. അല്ലേ? ശരിയായിട്ട് ഒരിക്കലും യേശുദാസ് ആവാൻ ആർക്കും കഴിയില്ല. അപ്പോൾ അവരവരുടെ സ്വന്തം പാത സ്വീകരിച്ച് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് മനസ്സിലത് തന്നെയാണ്. അതാണ് നമുക്ക് അനുകരണമല്ലോ. അങ്ങനെ ഒരാളെ അതേപോലെ ചെയ്ത് അത്രയും നമുക്ക് അതൊരു പ്രാർത്ഥനയോടെ കാണുന്ന ഒരു വിഗ്രഹമാണ് മണിച്ചേട്ടൻ എന്ന് പറയുന്നത്. തീർച്ചയായും ദൈവത്തിനെ പോലെയാണ്. നമ്മൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു, അതിപ്പോൾ മാമൻ്റെ ഒരു സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം സാറടക്കം പറഞ്ഞില്ലേ, ഇവിടെ വന്ന് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ശരിക്കും പറയുകയാണെങ്കിൽ അത് നമ്മൾ സാധാരണ പ്രേക്ഷകർ, ഒരു സാധാരണക്കാർ നമ്മുടെ അടുത്ത് കാണിക്കുന്ന ഒരു സ്നേഹമുണ്ട്. ഇങ്ങനെ പെങ്ങടെ മോനെന്നൊക്കെ പറയുമ്പോൾ കാണിക്കുന്ന ഒരു സ്നേഹം, അത് നമ്മളെ എന്താ പറയുക അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള സ്നേഹമാണ്. ഇത്രയും വർഷമായിട്ട് ആരും മറന്നിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കലാകാരന്മാരും കലയും ഉള്ളിടത്തോളം കാലം, സ്റ്റേജും ഉള്ളിടത്തോളം കാലം മണിമാവ് നിലനിൽക്കും, അത് ഉറപ്പാണത്. മണിച്ചേട്ടനെ കുറിച്ച് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് പക്ഷേ നമുക്ക് അതിനുള്ള വേദി, നമുക്ക് പാഡിയൊക്കെ ഒന്ന് പോകണം. ആ കൂട്ടത്തിൽ നമുക്ക് ആ വിഷയങ്ങൾ സംസാരിക്കാം. ഇവിടെ ഇപ്പോൾ അടുത്ത എന്തെങ്കിലും പുതിയ പ്രോഗ്രാംസ്, പുതിയ സിനിമ വല്ലതും വരുന്നത്? സിനിമ ഇപ്പോൾ ഒരു പുതിയൊരു സിനിമയുടെ ഒരു പണിത്തിരക്കിലാണ്. കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഈ രാജകന്യക എന്ന് പറയുന്ന നേരത്തെ പറയും, രാജകന്യക എന്ന സിനിമയിൽ നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള, അപ്പൂപ്പങ്കാവ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഏകദേശം നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. രണ്ടും പ്രതീക്ഷയുള്ളതാണ്. പുതിയത് 2-3 പറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇപ്പം ഇന്നടക്കം ഈ പറഞ്ഞൊരു സിനിമയുടെ ഒരു പണിപ്പുരയിലായിരുന്നു നിലവിൽ. ശരി. മലയാള സിനിമയിൽ ഇപ്പം വല്ല സഹോദരൻ കൂട്ടുകാരനായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരുടെയും. ഇപ്പോൾ കൂട്ടുകാരനായിട്ട് വന്ന പലരും സൂപ്പർ സ്റ്റാറുകളായിട്ടുണ്ട്. കാരണം മുകേഷിൻ്റെ കൂട്ടുകാരനായിട്ടാണ് ജയറാമും ഒക്കെ വരുന്നത്, അതുപോലെ സിദ്ദിഖ് വരുന്നത് ഒക്കെ കൂട്ടുകാരനായിട്ടാണ്. അവർക്ക് വലിയ താരങ്ങളായി. അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാരൻ തീർച്ചയായിട്ടും അതുപോലെ ഒരു ഉന്നത എത്തും എന്ന് സ്വപ്നം തന്നെ കണ്ടുകൊള്ളൂ. അത് കൃത്യമായി നടന്നിരിക്കും. അത്രയധികം കഴിവുകൾ രഞ്ജിത്തിനുണ്ട്. കാരണം രഞ്ജിത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ധാരാളം കണ്ടപ്പോഴാണ് ഈ കലാകാരനെ നമ്മളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയത്. മണിച്ചേട്ടൻ്റെ പെങ്ങൾ, അതായത് മൂത്ത ചേച്ചിയാണ്. തൊട്ട് മൂത്തതാണ്. മണിച്ചേട്ടൻ്റെ വളർച്ചയിലെല്ലാം കണ്ടുകൊണ്ടിരുന്ന ആളാണ്. ഇദ്ദേഹം പറയുന്ന കഷ്ടപ്പാടുകളെല്ലാം അനുഭവിച്ചു വളർന്ന ആണ് അമ്മ എന്ന് പറയുന്നത്. ആ അമ്മയെ കൂടെ ഞങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരണം. അതേപോലെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ കല്യാണം കഴിക്കുമ്പോൾ കലാഭവൻ മണി 5ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും. ചേച്ചി നമസ്കാരം. ചേട്ടാ നമസ്കാരം. മണിച്ചേട്ടൻ്റെ മൂത്ത പെങ്ങളാണ്. മണിച്ചേട്ടൻ്റെ നേരെ മൂത്ത ആളാണ്. അപ്പോൾ ഈ മണിച്ചേട്ടൻ പറയുന്ന ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം നേരിട്ട് അനുഭവിച്ചിട്ടുള്ള, കണ്ടിട്ടുള്ള ആണല്ലേ? അന്ന് ആങ്ങളെ ഇങ്ങനെ വിഷമിച്ച് നടക്കുന്ന സമയത്ത് വിഷമം തോന്നിയിട്ടുണ്ടല്ലേ? പിന്നെ അപ്പൻ കൂലിപ്പണിക്കാരനാണല്ലോ, അപ്പൊ അപ്പനെ സഹായിക്കാനും കൂടിയുള്ള വിഷമങ്ങളും ആൾക്കുണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. പെങ്ങന്മാര് ഇത്ര പേരുണ്ട്, അവരെയൊക്കെ കെട്ടിക്കണം, അങ്ങനെയുള്ള പ്രശ്നം അപ്പനുണ്ടായിരുന്നു. അപ്പൊ ആ വിഷമങ്ങൾ മാറ്റാനും ആളും അപ്പൻ്റെ കഷ്ടപ്പാട് മുഴുവൻ കണ്ട് ഇങ്ങനെ വളർന്നു വരാണല്ലോ. അപ്പം ആളും കൂലിപ്പണിക്ക് കുറച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ പിന്നെ പുഴയിൽ മണൽ വാരാൻ പോയിട്ടുണ്ട്. അത് വീട് പണിക്ക് വേണ്ടിയിട്ട്, വീട് പഴയ ഓലപ്പരയായിരുന്നു, അത് മാറ്റി ഓടാക്കി മറ്റേ ലോൺ പെര കിട്ടി കഴിഞ്ഞപ്പോൾ. അപ്പം അതിന് മണലൊക്കെ ചോന്നത് അനിയനും അവനും കൂടിയിട്ടാണ്. എന്നെയൊന്നും പുഴയിലേക്ക് ഇറക്കൂല എന്നൊന്നും. അവനും അനിയനും കൂടിയിട്ട് പുഴയിൽ പോയി മണ്ണ് കുളത്തിൽ മുങ്ങി താണു കൊട്ടയിലാക്കി അവർ രണ്ടുപേരും വീട്ടിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് ഒരു പുതിയ പെര പണിത് തേച്ചത്. അപ്പം ആ കഷ്ടപ്പാടൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈ അച്ഛൻ്റെ പാട്ടൊക്കെ നിങ്ങൾ ധാരാളം കേട്ടാണ് വളർന്നത്? അച്ഛൻ പാടും, എഴുതുകയും ചെയ്യുന്നു. എഴുതാനറിയില്ല, പക്ഷെ ആള് പാട്ട് പാടും. പാട്ട് പാടാന്ന് വെച്ചാൽ ഞങ്ങൾ സംഭവ വർഗത്തിൽപ്പെട്ടവരാണല്ലോ.
അപ്പോൾ ആള് അതിൻ്റെതായ കൊടുങ്ങല്ലൂർ അമ്പലത്തിലൊക്കെ പോയി ഭരണിപ്പാട്ടിനൊക്കെ പോയിട്ട് ആള് വന്നിട്ടുണ്ട്. അങ്ങനെ കിടന്ന് പാട്ടൊക്കെ പാടും. ചെറുപ്പകാലത്ത് ഉള്ള കഷ്ടപ്പാട് നിങ്ങളെയൊക്കെ വളർത്തുന്നതിനുള്ള കഷ്ടപ്പാടുകളൊക്കെ എങ്ങനെയായിരുന്നു? കഷ്ടപ്പാടെന്ന് വെച്ചാൽ ഞങ്ങൾ പഠിക്കാനും പോകാനും ഒക്കെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അത് ഇപ്പോൾ ചെറിയ ചെറിയ ക്ലാസ്സുകളിലായാലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അപ്പോൾ അപ്പൻ മാത്രമല്ലേ കൂലിപ്പണിക്ക് പോകണു. അമ്മ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിവുള്ളപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ അങ്ങോട്ട് പണിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഈ കുട്ടികൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ പണിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. 8 മക്കളുണ്ട്. അതിൽ 5 പെണ്ണും 3 ആണാണ്. പിന്നെ മറ്റേ രാമകൃഷ്ണൻ ചേട്ടനും പിന്നെ വേറെ പിന്നെ വേലായുധൻ എൻ്റെ മൂത്ത ആങ്ങളെ മരിച്ചു. അത് മണി അമ്മയൊക്കെ മരിക്കണിക്ക് മുമ്പ് ചേട്ടൻ മരിച്ചായിരുന്നു. പിന്നെ ചേച്ചിമാര് എല്ലാവരും ഇളയ ഞങ്ങളെയും പിന്നെ പെങ്ങന്മാരുടെ മക്കളുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ചേട്ടനും മണിയും പോയി, അച്ഛനും അമ്മയും പോയി. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ വരെ എത്തിയേക്കണം. മണി ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. രാമകൃഷ്ണനായാലും പറയാറുണ്ട് ഓട്ടോയില് ഇങ്ങനെ വൈകുന്നേരം പ്രോഗ്രാമിന് പോകാനുള്ള ജുബയൊക്കെ. അപ്പോഴേക്കൊക്കെ എൻ്റെ കല്യാണം കഴിഞ്ഞായിരുന്നു. ചേട്ടൻ കല്യാണം കഴിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ മണിച്ചേട്ടൻ എത്ര? മണിയെന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കണേ. 5ാം ക്ലാസ്സിൽ. പിന്നെ രാമകൃഷ്ണൻ അന്ന് 3ൽ പഠിക്കണേ. അപ്പം അത്ര ചെറുതാണ്. അന്നും മണിക്കൊരു അന്ന് മണിക്ക് സിനിമ എന്ന് വെച്ചാൽ ഡാൻസാണ് ഏറ്റവും പ്രധാനം. സിൽക്ക് സ്മിതയുടെ അന്ന് സിൽക്ക് സ്മിത നല്ല ഡാൻസിന് നല്ല ഇങ്ങനത്തെ ഒരു കാലമുണ്ടല്ലോ. അന്ന് 10 ആൾ കൂടുന്നവർക്ക് ആൾ ഈ ഡാൻസ് ചെയ്യും. അപ്പം നമ്മളത് കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കും. അപ്പം ഞാൻ ചോദിക്കും, എടാ നീ ഇങ്ങനെ ആൾക്കാർ മുമ്പിലേക്ക് ഇങ്ങനെ ചെയ്യണത്, അത് നമുക്ക് തന്നെ ഒരു 5 ആൾ അങ്ങനത്തെ ഒരു ക്വാളിറ്റിയിലാണ് ആൾ ചെയ്യണത്. അപ്പം അളിയാൻ നോക്കിയോ, സുറഭി തിയേറ്ററിൻ്റെ വെള്ളിത്തിരയും ഞാൻ മിന്നി തിളങ്ങുമെന്ന് അന്ന് പറഞ്ഞ ഒരു വാക്കാണത്. അത് 5ാം ക്ലാസ് എൻ്റെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ അന്ന് പറഞ്ഞ ഒരു വാക്കാണത്. അതേ വാക്കുമായിരുന്നു ആ സിൽക്ക് സ്മിതയുടെ ആൾക്ക് അഭിനയിക്കാനും യോഗം കിട്ടിയിട്ടുണ്ട്. ആൾ അഭിനയിച്ചിട്ടുണ്ട്, കഴിഞ്ഞു. അതിന് ജീവിതത്തിൽ സുറഭി തിയേറ്ററിൻ്റെ വെള്ളിത്തിരയൻ മിന്നിത്തിളങ്ങുന്നു. ചാലക്കുടി സുരഭി അന്ന് സുറഭി തിയേറ്ററിന് ഏറ്റവും മെച്ച തിയേറ്റർ. ചാലക്കുടിയിൽ ഏറ്റവും നല്ല തിയേറ്റർ ആയിരുന്നു. ചാലക്കുടി ഏറ്റവും മെച്ച തിയേറ്ററാണ് സുരഭിയും കണിക്കായും. ഇപ്പോഴും അന്ന് സുരഭിയിലെ റിലീസ് അവിടെ 7ാം ഘട്ടത്തിലൊക്കെയാണ്. സുരഭിയിലാണ് 82-ലൊന്നാണ് സുരഭിയിൽ കാണുന്നത്. എൻ്റെ കല്യാണം 83 മാർച്ച് 27-ാം തീയതി. അത് കഴിഞ്ഞ ഈ മിമിക്രിയിലൊക്കെ വന്ന് പിന്നെ മിമിക്രി അന്ന് മെയിനായിട്ട് അന്ന് ഇവർക്കിടെ ഈ കുടുംബ യൂണിറ്റുകളുണ്ടല്ലോ. കുടുംബ യൂണിറ്റുകൾ പ്രോഗ്രാമിന് അന്ന് ക്ഷണിക്കാൻ വരും. അച്ഛന്മാരൊക്കെ വരും, ഓരോ ആളുകൾക്ക് അന്നും വരും. 7ാം ക്ലാസ് തുടങ്ങിയിട്ട് വീട്ടിൽ എപ്പോഴും ആൾക്കാരുണ്ട് ഇങ്ങനെ തിരക്കാണ്. വിളിക്കാനും അതിന് പോകാനും ഇതിന് പോകാനൊക്കെ. അന്നും പോകുമ്പോൾ ആൾ ഇതേമാതിരി തന്നെ പോയിട്ട് വന്ന് അന്ന് ഞങ്ങൾ 4 അളിയന്മാരുണ്ട്. ഈ അളിയന്മാരൊക്കെ അന്ന് ആൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഞായറാഴ്ച പരിപ്പട അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളായിട്ട് വാങ്ങിച്ചിട്ട് വരുള്ളൂ. കുടുംബത്തിൽ പിന്നെ ആളൊരു സിനിമ ശരിക്കും കുടുംബത്തിൽ ദാരിദ്ര്യം മാറിയത് ആളൊരു സല്ലാപം എന്നൊരു സിനിമ. അത് മിമിക്രി പോയി കഴിഞ്ഞപ്പോഴും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 7 പെണ്ണുങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാനെടുത്ത് പറഞ്ഞു. അമ്മായിയുടെ ഒരു മകളുണ്ടായിരുന്നു ഈ രാമകൃഷ്ണനേക്ക് നേരെ താഴെ. അമ്മായി അവിടെ വെച്ചാണ് വീട്ടിൽ വെച്ചാണ് അന്ന് കണ്ണൂർ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അമ്മായി മരിച്ചത്. അപ്പം അന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ എല്ലാവരും അന്തം വിട്ടു. ഈ ഒരു പെങ്കൊച്ചണിങ്ങി അതങ്ങനെ. അപ്പം അങ്ങനെ വിഷമിച്ചാണ് അന്ന് കണ്ണൂർ പ്രോഗ്രാം കഴിഞ്ഞ ആൾ രാത്രി ഒരു 3 മണിയായപ്പോൾ ചാലക്കുടിയിൽ വരാണ്. പിന്നെ അവിടെ നിന്ന് വന്നിട്ട് പിന്നെ അവിടെ നിന്നൊരു മരണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നടത്താനും അടിയന്തരം നടത്താനും എല്ലാവരും വിളിച്ച് ചേർത്താനും പിന്നെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും മണിയിൽ നിന്നാണ് എല്ലാം സാധിച്ചെടുത്തത്. അതിനുശേഷം വീടുണ്ടാക്കി. അന്ന് അമ്മായി ആയിരിക്കും ഞങ്ങളുടെ ഒരു പഴയ വീടായിരുന്നു. ശരിക്കും ഞങ്ങൾക്കൊന്ന് ഒരു എന്താ പറയുക, നമുക്കൊരു ലാറ്റിന് പോകാൻ വരെ ഒരു അവസരമില്ലാത്തൊരു കുടുംബമായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ അവിടെ നിന്ന് വളർത്തി പിന്നെ സല്ലാപം വരാണ്. അത് കഴിഞ്ഞ് സല്ലാപം എന്നൊരു സിനിമ. പിന്നെ സല്ലാപം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ ഓരോ ദിവസം ചെല്ലുന്തോറും ഇങ്ങനെ പടിപടിയുടെ ജീവിതത്തിൽ ഇത്രമാത്രം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിച്ച് ഇങ്ങനെ സിനിമയിലെത്തിയ ഒരാളിനെ പോലും അല്ലല്ലോ അവർ കാണാൻ പറ്റില്ല. പിന്നെ അമ്മായിയുടെ മകളെ വിവാഹം നടത്താനായിട്ട് അങ്ങനെ ആദ്യമായിട്ട് ഗൾഫ് വരാൻ പോയി വന്നിട്ട് അമ്മായിയുടെ മോക്കുള്ള ഡ്രസ്സ് കൊണ്ടുവന്നു. അത് ഞങ്ങൾ ഇത്ര പെണ്ണുങ്ങളത്തെ ആൾക്കാരല്ലേ, ഞങ്ങൾക്കൊന്നും ഒരു ഇതുണ്ട്. അതൊക്കെ അതിന് നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമായിട്ടുള്ള ഇതല്ലേ. ആ കല്യാണം നടത്തിയത് അതേമാതിരി തന്നെ ചാലക്കുടിയിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയമാണ്. ആ ഓഡിറ്റോറിയത്തിൽ അന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര മിമിക്രി അത് കലാപരിപാടിയും നടത്താൻ പറ്റിയ അന്ന് ചാലക്കുടിയിൽ ഞങ്ങളുടെ
ഒരാൾക്കും പെട്ടെന്ന് നിർത്താൻ പറ്റാത്തൊരു പ്രോഗ്രാമാണ് അന്ന് ചാലക്കുടിയിൽ. സലീംകുമാറേട്ടൻ, കലാഭവൻ ചേട്ടൻ, അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ അന്ന് പ്രോഗ്രാം ചെയ്തിട്ടാണ്. അല്ല ആള് വന്നപ്പോഴാണെന്നറിയാമോ, ഇവര് പ്രോഗ്രാം കഴിഞ്ഞാൽ ആൾ ചെന്ന് ഇവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പരിപാടി കഴിഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പുള്ളിക്കാരൻ പ്രോഗ്രാം വന്നു കഴിഞ്ഞപ്പോൾ ഞാനും ഒരു ചേട്ടനും കൂടി അടിച്ച് നടപ്പിച്ചായിരിക്കണ് ഞങ്ങൾ ഇതുകൊണ്ട് സന്തോഷം. നമ്മുടെ കുടുംബത്തിലെ അങ്ങനെ ആ വിവാഹം എന്ന് വെച്ചൊരു ഗംഭീര അത് എന്തൊരു ഗോപാലകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ അന്ന് നമ്മൾ സാധാരണക്കാർക്ക് അവിടെ ഞങ്ങൾക്ക് അല്ല നമ്മളവിടെ നിന്ന് എത്തിപ്പെടാൻ വരില്ല. ശാരദാന്ന് പറയുന്ന അഞ്ചിത്തിയുടെ വിവാഹം ഇത്ര ആഡംബരമായിട്ടൊരു വിവാഹം നടത്തിയതാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ സ്വപ്നം വരും കാണാത്തതാണ്. പിന്നെ അവിടെ നിന്ന് ചേട്ടൻ പിന്നെ ഉത്സവം നടത്തലേ പെരുന്നാളുകളായി. പിന്നെ ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ പിന്നെ അടിപൊളിയാണ്. വീട് വെച്ച സമയത്ത് ആൾ കിണറടിച്ചു. പിന്നെ വീട് വാർക്കുന്ന, പക്ഷെ ആൾ ഈ വീട്ടിൽ മാത്രമാണ് ആ വീട്ടിൽ താമസമുണ്ട്, കിഴക്കേ വീട്ടിൽ. ഈ വീട്ടിൽ വാർക്കുന്ന ആളിങ്ങനെ പോയി, കുറെ കൂട്ടുകാരൊക്കെ ഒരുമിച്ച്. പക്ഷെ അന്ന് പണി നടന്നുകൊണ്ടിരിക്കുക, ഇവരൊക്കെ പണി നിർത്തില്ല ഒന്ന് വിചാരിച്ച ആളും തോന്നിച്ചു ആളുകൊണ്ട് പോയി വട്ടം കൂടുതലൊന്നും അന്ന് ഇതിനെ ഒന്ന് കൊണ്ടിട്ട് അത്. അപ്പോൾ ഞാൻ അപ്പുറത്ത് ചെന്നു. അപ്പോൾ അളിയ മറ്റേ ഇവനേക്ക് താഴെയുള്ള ഇളവൻ്റെ പൈസ എടുത്ത് കൊടുത്തിട്ട് എന്നെ കണ്ടിട്ട് അളിയ ഞാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് തന്നു. അല്ല അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടിൽ നിന്നും വന്നിട്ട് സ്വന്തം മരണം മുന്നിൽ നിൽക്കുന്നു എന്ന് അറിഞ്ഞിട്ടും പിന്നെ ഈ മദ്യത്തിന് പിന്നാലെ പോയത്. മദ്യത്തിൻ്റെ പിന്നെ ആള് മദ്യം കഴിക്കില്ലായിരുന്നു. എൻ്റെ വിവാഹം കഴിക്കുന്നത് വെച്ചാൽ ആളുടെ വിവാഹം കഴിക്കണം, ആൾ മദ്യം ബീർ കഴിക്കായിരുന്നു. അപ്പോൾ ഒരാളെ ബീർ കഴിക്കും. അപ്പോൾ പിന്നെ ഇതിന് എങ്ങനെ വന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ ആൾ സുഖം. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത് പറഞ്ഞു എൻ്റെ മക്കൾ രണ്ടുപേരും പോയി. അപ്പോൾ അന്ന് ഞാൻ വേറെ പരിപാടിക്ക് വേണ്ടി പോയ സമയത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ ഏതാണ്ട് ഈ ടൈമിൽ ഒരു 5 മണിയായപ്പോൾ ഫോൺ വരാണ്. അപ്പോൾ ഇങ്ങനെ അപ്പം തന്നെ എവിടെ നിന്ന് ഞാൻ അവിടെ വീട്ടിൽ തോന്നുന്നു അമ്മയ്ക്ക് അടുത്തോണ്ട് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല അമ്മയ്ക്ക് അടുത്തില്ല അമ്മയ്ക്ക്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ സംസാരിക്കുക. അതിന് ഞാൻ അന്ന് ഈ വീട് താമസിക്കില്ല. അപ്പോൾ ഇവിടെ ഒന്ന് ഫോൺ ചെയ്തു. അപ്പം മണിയമ്മാന് ഇത്തിരി സുഖം കൂടുതലാണ്, അമ്മയ്ക്കെന്നെ കൊണ്ടുവിടുന്ന തന്നെ വീട്ടിലേക്ക് പോകണം പറഞ്ഞ ആളോട്. അപ്പം ഞാൻ എന്താണെന്ന് അപ്പോൾ ആളിവിടെ അളക്കാൻ വേണ്ടി വരിക. ഞാൻ ആളെ വിളിക്കുമ്പോൾ വീട്ടിലേക്ക് വന്നു. ആൾ പറഞ്ഞു ഞാൻ ഇന്ന് പോണില്ല, എനിക്ക് വേറെ പിള്ളേരെ ഡ്രസ്സ് ആക്കേണ്ടത്. ഞാൻ നീ പാന്നും പറഞ്ഞിട്ട് ബലവൻ്റെ ചേട്ടൻ്റെ മകളെ വിളിച്ചോണ്ട് ആൾ കൂടി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സംഭവം നമ്മളറിയുന്നത്. പിന്നെ അവിടെ നിന്ന് ഉണ്ടായ സംഭവം. പിന്നെ കൂട്ടുകാരാണല്ലോ ഏറ്റവും മെയിനായിട്ട്, അവരാണല്ലോ എല്ലാ കാര്യങ്ങളും. ഇവിടെ വന്നാലും അവർ കയറിയിരിക്കില്ല. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനച്ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിന്റെ കൊട്ടേല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ.